സംഭവം. വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചതിൽ മനംനൊന്ത് കൊല്ലത്ത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. കേരള ബാങ്ക് പതാരം ശാഖയിലേക്ക് വിവിധ സംഘടനകൾ മാർച്ച് നടത്തും. കേരള ബാങ്കിന്റെ ജപ്തി ബോർഡ് അഭിരാമിക്ക് വേദനയുണ്ടാക്കിയെന്ന് പിതാവ് അജികുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബോർഡ് മറച്ചുവെച്ചതിനു ശേഷം ബാങ്കിൽ പോയപ്പോഴാണ് മകൾ ജീവനൊടുക്കിയത്. ബാങ്കിൽ നിന്ന് ഇടയ്ക്ക് നോട്ടീസുകൾ ലഭിച്ചിരുന്നുവെന്നും അജികുമാർ പറഞ്ഞു. വീട് വെക്കും മക്കൾക്ക് വേണ്ടി ഞാനും വീട് വെച്ച് ഇതിനാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ വിറ്റ് കടം തീർത്ത് കൊടുക്കൊണ്ടവർക്കൊക്കെ കൊടുത്തിട്ട് എൻ്റെ മോളെയും കൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് ഞാൻ ഇവിടുന്ന് ഭാര്യയും കൊണ്ട് പോയല്ലേ. ബാങ്കിൽ നിന്ന് വന്ന് ബോർഡ് ഒട്ടിച്ച് വീടിന്റെ വെളിയിൽ ബോർഡ് തറച്ച്. അതിനുശേഷം മോള് മാനസികമായിട്ട് വല്ലാത്ത വിഷമത്തിലായിപ്പോയി. ഞങ്ങൾ ബാങ്കിലും പോയപ്പോൾ ഞാനും ഭാര്യയുടെ ബാങ്കിൽ പോയിട്ട് വന്നപ്പോൾ ഭാര്യ വന്നില്ല, ബാങ്കിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഒരു മൊബൈൽ എടുക്കാനായിട്ട് വന്ന ഓടി ബാങ്കിൽ തിരിച്ച്. അന്നേരം ഇവിടെ ജനക്കൂട്ടം നിൽക്കുന്ന കണ്ട് എൻ്റെ അച്ഛൻ മരിച്ചാന്ന് വിചാരിച്ച്. അച്ഛന് സുഖമില്ല, കിടപ്പ. നോക്കിയപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്. പിന്നെ ആരാ മരിച്ചത്, ആരെന്തോ പറ്റി, ആരും ഒന്നും പറയുന്നില്ല. എൻ്റെ മോളെ തിരക്കും ഇവിടെയൊക്കെ, മോളെ മാത്രം കാണുന്നില്ല. എൻ്റെ പൊന്നുമോളെ മാത്രം കാണുന്നില്ലേ, ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നുമോളെ മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ മോള് പോയി, ജോലി കിട്ടിപ്പോയി, പഠിപ്പിച്ച്. എൻ്റെ മോക്കിപ്പോൾ ജോലി കിട്ടി, എൻ്റെ മോക്ക് ജോലി കിട്ടിപ്പോയി, എൻ്റെ മോക്ക് ജോലി കിട്ടിപ്പോയി, എൻ്റെ മോക്ക് ജോലി കിട്ടിപ്പോയോ, എൻ്റെ മോക്ക് ജോലി നമുക്ക് ജോലി കിട്ടിപ്പോയി. മോളി വന്നില്ല, താഴെ നിൽക്കുമായിരുന്നു. മോളും ഭാര്യയും ഞാനും കൂടെ പോയത്. എന്നാലും മാനേജറില്ല. പിന്നെ ഞാൻ അപ്പുറത്തുള്ള ശിവപ്രസാദ് എന്ന് പറഞ്ഞ മെമ്പർ അവിടെ ഉണ്ടായിരുന്നു, ബാങ്കിലുണ്ട്. അന്നേരം പറഞ്ഞു, അണ്ണാ മാനേജർ ഇവിടെ ഇല്ല, അണ്ണൻ വന്നിട്ട് നമുക്ക് എന്തോ. ഞാൻ പറഞ്ഞു, വാഹ വിഷമത്തില്ല ശിവപ്രസാദേ, ഞാൻ എന്തോ വേണം, ഞാനിവിടെ വന്ന് പറഞ്ഞായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞ് എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിയ. പിന്നെ എനിക്ക് ആശുപത്രി കേസൊക്കെ ഒരുപാടുണ്ടായി, അതിന് പോവായിരുന്നു. ഭാര്യയുടെ അച്ഛന് ഹാർട്ടിനൊരു ചെറിയ പ്രശ്നമായിരുന്നു. അത് കൊല്ലം NS-ലായിരുന്നു ഒരാഴ്ച. പുള്ളിക്കാരൻ്റെ കൂടെ വേറെ ആരും ഇല്ല, ഞാനും എൻ്റെ ഭാര്യ അമ്മായിമ്മയായിരുന്നു അവിടെ. രക്തത്തിനും മറ്റേതിനും മറിച്ചതിനും എല്ലാം ഓടുമായിരുന്നു ഞങ്ങൾ അവിടെ കിടന്നു. അപ്പം ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നപ്പം എനിക്ക് ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയില്ല. വിഷമത്തിലായിപ്പോയി. പോയി പറഞ്ഞു, അത് അച്ഛനെ അവർ ഡിസ്ചാർജാക്കി. ഇവിടെ ഉണ്ട്, കിടപ്പുണ്ട്, ഡിസ്ചാർജാക്കി അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി പറഞ്ഞ്, ഇവിടെ ബോർഡ് ഒട്ടിച്ചെന്ന് അപ്പുറത്തെ ചേച്ചി എന്നോട് പറഞ്ഞ്. ഞാനതറിഞ്ഞ് എൻ്റെ മോളും ഞങ്ങളെല്ലാം കൂടെ ബാങ്കിൽ ചെന്നപ്പോൾ മാനേജരില്ല. ശിവപ്രസാദ് പറഞ്ഞ, അണ്ണാ പോവും. തിരിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ബോർഡ് ഇരിക്കുന്ന കണ്ട മോക്ക് വിഷമമായി. മോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അത് ഇളക്കിക്കള, ആരെങ്കിലും എൻ്റെ അച്ഛനെ കാണാൻ സുഖമില്ലാതെ കിടക്കുക, അച്ഛനെ കാണാൻ വരുമ്പം നാണക്കേട് കൊണ്ട് എൻ്റെ മോൾ പറഞ്ഞു ഇളക്കില്ല. ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, സർക്കാരിൻ്റെ കാര്യമില്ലയോ, നമ്മൾ ഇളക്കിക്കളയണ്ട. അന്നേരം പറഞ്ഞു, പപ്പ ചാക്കെങ്കിലും എടുത്തിട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ പോയിട്ട് വരട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്, പ്രസന്ന എന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു. അവൻ ഓടി വന്ന് അവൻ പറഞ്ഞിട്ടാ, നീ എന്തെങ്കിലും ചെയ്യും, മോള് പറയുന്ന പോലെ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓലയെങ്കിലും ചാരി വെക്ക്, അല്ലെങ്കിൽ ഇളക്കിക്കള എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, വേണ്ടാടാ, ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം. ഞാൻ എന്നിട്ട് എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ബാങ്കിൽ പോയതാതെ. എൻ്റെ മോളെ കിട്ടിയില്ല. പോയി ഞാനിങ്ങനെ വന്ന് ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി മൊബൈൽ എടുക്കാൻ വേണ്ടി ഓടി വന്നയാ.
നമ്പറില്ലായിരുന്നു, അറിയാൻ വയ്യായിരുന്നു, ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ മൊബൈൽ എടുക്കാൻ വേണ്ടി ഓടി വന്നപ്പോഴാണ് ഇവിടെ ജനങ്ങൾ നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചാന്ന് ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ അമ്മയുണ്ട് ഇവിടെ കിടന്ന് ഉരുളുന്ന, അച്ഛൻ അവിടെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ മോള് മാത്രം കാണുന്നില്ല. ഞാൻ എന്തോ വേണം. സങ്കടകരമായ കാഴ്ചകളാണ് കണ്ടത്. അഭിരാമി എന്ന കുട്ടിയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ജപ്തി നോട്ടീസ് ഒരു വീടിന് മുമ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കും പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അത് എത്രത്തോളം വലുതാണെന്ന് പലർക്കും അറിയാമായിരിക്കാം. ആ ഒരു മനോവിഷമത്തിലാണ് ആ കുഞ്ഞ് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചത്.